കാസർഗോഡ് തലപ്പാടി വാഹനാപകടത്തിൽ കർണാടക RTC ബസിന്റെ ഡ്രൈവർ അറസ്റ്റിലായിരിക്കുന്നു. കർണാടക ബാഗൽകോട്ട് സ്വദേശി നിജലിംഗപ്പയാണ് അറസ്റ്റിലായത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി കാസർഗോട്ട് നിന്ന് ചേരുന്നുണ്ട്. അരുൺ, വലിയ വേദനയുണ്ടാക്കിയ അപകടമാണ്. 6 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഡ്രൈവർ പിടിയിലാവുന്നു. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്താണ് അരുൺ പാറയ്ക്കൽ? റിജിത്ത്, ഈ അപകടമുണ്ടായ ഉടനെ തന്നെ കർണാടക RTC ബസിന്റെ ഡ്രൈവറെയും കണ്ടക്ടറെയും മഞ്ചേശ്വരം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഈ വാഹനത്തിന്റെ അമിത വേഗതയാണ് ഈ അപകടത്തിന് ഇടയാക്കിയതെന്ന് പോലീസിന് മനസ്സിലായിരുന്നു. സർവീസ് റോഡിലൂടെയാണ് സാധാരണ കേരള RTC ബസ്സുകളും കർണാടക RTC ബസ്സുകളും സർവീസ് നടത്തേണ്ടത്. പക്ഷേ കർണാടക RTC ബസ്സുകൾ പൊതുവെ നിയമം ലംഘിച്ചുകൊണ്ട് ദേശീയപാതയെ ആശ്രയിക്കുന്നുണ്ട്. സർവീസ് റോഡുകളിലൂടെ വാഹനം സഞ്ചരിക്കാറില്ല. ദേശീയപാതയിലൂടെ തന്നെയാണ് തലപ്പാടി മുതൽ കാസർകോട്ടേക്ക് ഈ കർണാടക RTC ബസ്സുകൾ സഞ്ചരിക്കാറ്. നിരവധി തവണ പരാതികൾ ലഭിച്ചതാണ്. പക്ഷേ ആ പരാതിയിലൊന്നും തന്നെ ഒരു നടപടിയും ഉണ്ടായില്ല. അതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്നത്തെ അപകടവും 6 പേരുടെ ജീവൻ നഷ്ടമാവാനുള്ള കാരണവും. എന്തായാലും അതിലിപ്പോൾ ഒരു നടപടി വന്നിരിക്കുന്നു. പ്രാഥമിക നടപടി എന്നോണം കർണാടക RTC ബസ്സിലെ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കർണാടക ബാഗൽകോട്ട് സ്വദേശി നിജലിംഗപ്പ, 47 വയസ്സാണ്. അദ്ദേഹത്തെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. ഇയാൾ ഇപ്പോൾ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിലുള്ളത്. ഈ വാഹനത്തിലെ ഡ്രൈവർമാരെല്ലാവരും തന്നെ കൂളും ഹാൻഡ്സും പോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതും പ്രശ്നത്തിന് ഇടയാക്കുന്നുണ്ട്. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതും നാട്ടുകാർ വളരെയേറെ പരാതിപ്പെട്ടിരുന്നു. പക്ഷേ അതിലൊന്നും പരിഹാരമുണ്ടായില്ല. എന്തായാലും ഇന്നിപ്പോൾ വലിയ അപകടമുണ്ടായി. ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത്. ശ്രീജിത്ത്. ശരി, അരുൺ പാറയ്ക്കൽ കാസർഗോട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.